പ്രേമല് കണ്ടതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ പഴയ ഹാർഡ് ഡിസ്കൊക്കെ തപ്പിയെടുത്ത് മകൾ സിനിമയിലത്തെ ലൊക്കേഷൻ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെയിനായിട്ട് നസ്ലിനെ കാണാൻ. ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. അവന് ചുമ്മാ നോക്കിയിരുന്നാലും നമുക്ക് ചിരി വരും. ഓക്കെ അല്ലാത്ത ടേക്കുകളിൽ പോലും നസ്ലിൻ്റെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചിരിക്കാണ്ടോ, ഒരു എക്സ്പ്രഷനോ ഒരു ഡയലോഗോ അതോ കട്ട് കഴിഞ്ഞ് അവൻ പറയുന്നൊരു കാര്യമോ. मोने चदोबा दे। आपका गार्डन बहुत मनोहर है, मैं वो पू देख रहा था। मुझे माफ कीजिए साहब। अयो सॉरी अंकल, എനിക്ക് മാപ്പ് തരണം. ഓ സോറി. ഞാൻ ഈ സിനിമയിൽ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ ഞാനും നസ്ലിനും നല്ല സിങ്കാണ്. അത് കണ്ട് അച്ഛൻ ചില സീൻസ് ഞങ്ങൾക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ് തരും. അങ്ങനെ ചെയ്തൊരു സീനിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും എന്നെ മതി. അത്ര വലിയ സീനൊന്നുമല്ല. ദേവിക അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ പുറകെ നടക്കുന്നൊരു പയ്യനായിട്ടാണ് ഇവൻ വരുന്നത്. കൂട്ടുകാരികളിടുന്ന കഫേന്ന് ഇറങ്ങി പോകുന്ന ദേവികനെ ഇവൻ ചുമ്മാ ഹായ് കാണിക്കും, നമ്മളത് മൈൻഡ് ചെയ്യാതെ പോകും. ഇത്രയും സീനിലുള്ളൂ. വെൽ, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയാം. അല്ല, തുടങ്ങിയിട്ടില്ല. അതെ, കാലടയപ്പെട്ടു. ആ സീൻ എടുക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അത് കുറച്ച് യൂഷ്വലാണ്, ഒന്ന് മാറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ നാളെ റഫായിട്ടൊന്ന് എഴുതി കൊണ്ടുവന്ന് നോക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അടുത്ത ദിവസം സെറ്റിലെത്തിയിട്ടാണ് പെട്ടെന്ന് പാനിക്കായിട്ട് ആലോചിക്കുന്നത് എന്താ ചെയ്യണമെന്ന്. അപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ് ആ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ്. എൻ്റെ കൂടെ ഐഡിയ ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ജിതിൻ എന്ന സുഹൃത്താണ്. ഇവൻ ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യമുള്ള ഒരാളാണ്. പല കളറിലുള്ള നല്ല മുടിയും നല്ല ചിരിയും സ്കിന്നൊക്കെ ഉള്ളൊരുത്തൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ പെമ്പിള്ളേർ ഈ സൈഡിലേക്ക് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നാച്ചുറലി എനിക്ക് നാണം വരും. ഞാനൊന്ന് കോൺഷ്യസ് ആയിട്ടൊക്കെ അങ്ങോട്ട് നോക്കി ചിരിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലുക്ക് പോകുന്ന അപ്പുറത്തേക്കാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ സീൻ ഉണ്ടാക്കിയത്. വായി നോക്കാൻ അവർ നസ്ലിൻ്റെ കൂടത്തിനെ വെച്ചു. അതെനിക്കറിയുന്ന ഒരു മുടിയനെ കൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് സീൻ എഴുതിയപ്പോൾ കുറച്ചുകൂടെ ലൈവായി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും. ഇതിനെന്തൊരു ഡെഡിക്കേഷനാണ് ഇപ്പോഴും തന്നെ പറയാമോ. അതിൻ്റെ അപ്പുറത്തേക്ക് സിറ്റിംഗ് കൊള്ളാലേ. ആ, നല്ല ഹെയർ. എടാ, ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആണല്ലേ. എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ പോലെ ഇഷ്ടം മണ്ടനാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാലും അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ, നീ അങ്ങോട്ട് കുറച്ച് മാറി നിന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണ് പ്ലീസ്. എടോ, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. അപ്പറ ഞാൻ തുടങ്ങിയില്ല. വൈകിട്ട് കാണാന്ന് പറഞ്ഞു.